ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ മോൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബേബി ഹെൽമെറ്റിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയതിൽ ഏറ്റവും വർത്തിയായിട്ടും ഏറ്റവും യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ ബേബി ഹെൽമെറ്റ്. കാര്യം കുട്ടി ഒരു റോൾ ഓവർ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞാനിത് വാങ്ങിയത്. അപ്പം നോർമലി എല്ലാ മദേഴ്സിനും അറിയാം റോൾ ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് വീണ് തലയിടിച്ച് കരയുന്നതാണ്. കാണുന്നത് തന്നെ ഒരു വിഷമമാണ് നമുക്ക്. അപ്പം പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് കണക്ക് വീണാൽ സാധാരണ കുട്ടികൾ കരയാറുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആണെന്ന് തോന്നുമെങ്കിലും ഇതൊട്ടും ഹെവി അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ടൈ ചെയ്യാനായിട്ട് ബാക്കിൽ ഒരു വെൽക്രോ ഉണ്ട്. അതല്ലാതെ താഴെ കുട്ടിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ചിന്നിൻ്റെ സൈഡിൽ കൂടി കഴുത്തിൻ്റെ ഭാഗത്തൊരു കെട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റ് കുട്ടിയെ ഇടിപ്പിക്കുന്ന സമയത്ത് ആ കെട്ട് അഴിച്ച് ഓരോ തവണയും കെട്ടാൻ ശ്രമിക്കാതെ അത് ഫസ്റ്റ് ടൈമിൽ തന്നെ ആ കെട്ട് കുട്ടിക്ക് അഴിക്കാൻ പറ്റാത്ത രീതിയിൽ മാക്സിമം സെക്യൂർ ആക്കി കെട്ടി വെക്കുക. എന്നിട്ട് കുട്ടിയെ ഹെൽമെറ്റ് ഇടിപ്പിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലുള്ള വെൽക്രോ മാത്രം ഓപ്പൺ ചെയ്ത് അത് തിരിച്ച് സ്റ്റിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക. മോൾക്ക് ഈ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് എന്നോട് ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. കുട്ടിയുടെ തല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണോ ഹെൽമെറ്റ് ഇട്ടേക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ. ഈ ഹെൽമെറ്റിൻ്റെ യൂസ് ഒരിക്കലും കുട്ടിയുടെ തല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ജസ്റ്റ് ഫോർ ഹെഡ് പ്രൊട്ടക്ഷൻ, കുട്ടി വീഴുവാണെങ്കിൽ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പം പേരൻസ് ആരും ഇത് കുട്ടികളുടെ തല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞൊന്നും വാങ്ങി യൂസ് ചെയ്യരുത്. നാട്ടിലാണേലും UAE-ലാണേലും നമുക്ക് ഓൺലൈനിലും ഓൺ സ്റ്റോറിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം പല പ്ലാറ്റ്ഫോമിലും പല റേറ്റാണ്. അപ്പം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏത് റേറ്റ് ആണ് നിങ്ങൾക്ക് അഫോർഡബിൾ എന്ന് നോക്കിയിട്ട് വാങ്ങാം. ഞാൻ 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നോർമൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും ഒരെണ്ണം കുട്ടികളുടെ പ്രോഡക്ട്സ് മാത്രം വാങ്ങുന്ന ഒരു ഹൈ എൻഡ് പ്ലാറ്റ്ഫോമും. അപ്പോൾ രണ്ടിടത്തു നിന്നും കിട്ടിയ പ്രോഡക്റ്റ് എനിക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ മോൾക്ക് വാങ്ങിയതിൽ വലിയൊരു യൂസ് ഇല്ല എന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് ഇനി കുട്ടി ഇട്ടിരിക്കുന്ന ബാക്ക് പാക്ക് ടൈപ്പ് ഉള്ളതാണ്. അത് ബാക്ക് സ്പൈനിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന സൈറ്റിൽ കണ്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ കുട്ടിക്കത് ചെറുതാണ്. അത് സ്പൈനിലോട്ടോ അതിൻ്റെ സപ്പോർട്ട് ഒട്ടും കിട്ടുന്നില്ല. പിന്നെ സ്പൈൻ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും കുട്ടികളല്ലേ ഇത് കണക്ക് ടോയ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട് അത് വെച്ചിട്ട്. ബേബി ഹെൽമെറ്റിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലൊന്ന് മെൻഷൻ ചെയ്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് കയറി ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നിയെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ന്യൂ മമ്മീസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒന്ന് ഹെൽപ്പ് ആവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.